ഇതിൽ കാണുന്ന സെൻറ്റൻസ് നിങ്ങൾക്ക് പരിചയമുണ്ടോ? നിങ്ങൾക്ക് പരിചയമുണ്ടാവും, അതിൻ്റെ അർത്ഥവും അറിയാം. വളരെ ഈസി ആയിട്ടുള്ള സെൻറ്റൻസ് ആണ്. യു കനോട്ട് സെൻഡ് മെസ്സേജസ് ടു ദിസ് ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ സാധിക്കുകയില്ല. ബിക്കോസ് യു ആർ നോ ലോങ്ങർ എ മെമ്പർ. രണ്ടാമത്തെ ഈ പാർട്ടാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം. ചർച്ച ചെയ്യാം. ലെറ്റ്സ് ഗോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഇതാണ്: നോ ലോങ്ങർ ആൻഡ് എനിമോർ. രണ്ടും ഒരേ അർത്ഥമാണ്. രണ്ടും നെഗറ്റീവ് സെൻറ്റൻസിലാണ് യൂസ് ചെയ്യാറുള്ളത്. അതിൻ്റെ അർത്ഥം ഈ രൂപത്തിലാണ് വരുന്നത്: ഇനി മേൽ, അല്ലെങ്കിൽ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഉണ്ടാവൂല, ചെയ്യൂല. ആ സെൻറ്റൻസിൻ്റെ ഘടന അനുസരിച്ച് അതിൻ്റെ അർത്ഥം എന്നുമാവാം. പക്ഷേ അതിൻ്റെ കോൺസെൻട്രേറ്റഡ് പോയിന്റ് ഇനി മേൽ അല്ലെങ്കിൽ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എന്നുള്ളതാണ് എനിമോർ അല്ലെങ്കിൽ നോ ലോങ്ങർ എന്നതിൻ്റെ അർത്ഥം വരുന്നത്. രണ്ടിനും ഒരേ അർത്ഥമാണ്. ഒരു ഉദാഹരണം പറയാം, കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാവും. വാട്സാപ്പിലെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ നിന്ന് അതിൻ്റെ അഡ്മിൻ നിങ്ങളെ റിമൂവ് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ ലെഫ്റ്റ് അടിച്ചു പോന്നു. അപ്പോൾ അതിൻ്റെ അടിയിൽ എഴുതി കാണിക്കുന്ന സെൻറ്റൻസ് ആണ് ഇത്. അഥവാ യു കാൺട്ട് സെൻഡ് മെസ്സേജസ് ടു ദിസ് ഗ്രൂപ്പ്. നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിലേക്ക് മെസ്സേജ് അയക്കാൻ കഴിയൂല. കാരണം യു ആർ നോ ലോങ്ങർ എ മെമ്പർ. ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾ ഈ ഗ്രൂപ്പിലെ ഒരു അംഗമല്ല എന്നതാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു സെൻറ്റൻസ്, ഇതേ സെൻറ്റൻസ് ഞാൻ നിങ്ങൾക്ക് തരാം. യു ആർ എ മെമ്പർ ഓഫ് ദിസ് ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പിലെ ഒരംഗമാണ് നിങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ ആ സെൻറ്റൻസിലുള്ള ഓക്സിലറി വേർബായ ആർ എന്നതിൻ്റെ ശേഷം നോ ലോങ്ങർ ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ സെൻറ്റൻസ് ഇതുപോലാവും: യു ആർ നോ ലോങ്ങർ എ മെമ്പർ ഓഫ് ദിസ് ഗ്രൂപ്പ്. നിങ്ങൾ ഇനിമേൽ ഈ ഗ്രൂപ്പിലെ ഒരംഗമല്ല. സിമ്പിളായിട്ട് കിട്ടി. അപ്പോൾ ഓക്സിലറി വേർബ്സ് എന്താണെന്ന് അറിയില്ലെങ്കിൽ ഈസ്, ആം, ആർ, വാസ്, വേർ, ഷോൾ, ഷുഡ്, വിൽ, വുഡ്, can, could. These are the auxiliary verbs. We all know that. അപ്പോൾ ഇത്തരം ഓക്സിലറി വേർബ്സിൻ്റെ ശേഷമാണ് ഈ നോ ലോങ്ങർ എന്നത് ആഡ് ചെയ്യേണ്ടത്. എനിമോർ അല്ല, നോ ലോങ്ങർ എന്നത് ആഡ് ചെയ്യേണ്ടത്. എനിമോർ ആഡ് ചെയ്യേണ്ടത് സെൻറ്റൻസിൻ്റെ അവസാനമാണ്. സെയിം ഉദാഹരണം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. യു ആർ നോ ലോങ്ങർ എ മെമ്പർ ഓഫ് ദിസ് ഗ്രൂപ്പ്. ഇനി മുതൽ നിങ്ങൾ ഈ ഗ്രൂപ്പിലെ ഒരംഗമല്ല. റൈറ്റ്? യു ആർ നോട്ട് എ മെമ്പർ ഓഫ് ദിസ് ഗ്രൂപ്പ് എനിമോർ. സെയിം അർത്ഥമാണ്. എന്തർത്ഥം? നിങ്ങൾ ഇനി മുതൽ ഈ ഗ്രൂപ്പിലെ ഒരു അംഗമല്ല. അപ്പോൾ എനിമോർ എന്നത് ആഡ് ചെയ്യേണ്ടത് സെൻറ്റൻസിൻ്റെ അവസാനത്തിലാണ്. ഡിഡ് യു ഗെറ്റ് ദ ഡിഫറൻസ് ഓഫ് ദ സെൻറ്റൻസ്? ദാറ്റ്സ് ഇറ്റ്. ഇനി മേലാൽ നീ ഇത് ആവർത്തിക്കരുത് എന്നും നാം ഉപയോഗിക്കാറുള്ള സെൻറ്റൻസുകളാണ് മലയാളത്തിൽ. യു ഷുഡ് നോട്ട് റിപ്പീറ്റ് ദ സെയിം മിസ്റ്റേക്ക്. ഇത് ഒരിക്കലും നീ ആവർത്തിക്കരുത്, അല്ലേ? ഇനി മേൽ നീ ഇത് ആവർത്തിക്കരുത് എന്ന് നമുക്ക് എങ്ങനെ പറയാം? ഈ ഓക്സിലറി വേർബായ ഷുഡ് എന്നതിൻ്റെ ശേഷം നോ ലോങ്ങർ ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ സെൻറ്റൻസ് നമുക്ക് ലഭിക്കും: യു ഷുഡ് നോ ലോങ്ങർ റിപ്പീറ്റ് ദ സെയിം മിസ്റ്റേക്ക്. എന്താ അർത്ഥം? ഇനി മേൽ നീ ഇത് ആവർത്തിക്കരുത്. ഇതേ സെൻറ്റൻസ് എനിമോർ വെച്ചുകൊണ്ട് നമുക്ക് പറയാം. പക്ഷേ എനിമോർ സെൻറ്റൻസിൻ്റെ എൻഡിലായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് മറക്കരുത്. യു ഷുഡ് നോട്ട് റിപ്പീറ്റ് ദ സെയിം മിസ്റ്റേക്ക് എനിമോർ. ഇനി മേൽ നീ ആ തെറ്റ് ആവർത്തിക്കരുത് എന്നാണ് രണ്ടിൻ്റെയും അർത്ഥം. എൻ്റെ ക്ലാസ്സിൽ ഒരു ക്ലാസ് മോണിറ്ററെ ഞാൻ സെലക്ട് ചെയ്തു. ഒരു മാസത്തിന് ശേഷം ആ ക്ലാസ് മോണിറ്ററെ ഞാൻ ചേഞ്ച് ചെയ്തു. ഷീ വാസ് ദ ക്ലാസ് മോണിറ്റർ. ഐ ചേഞ്ച്ഡ് റൈറ്റ് നൗ. ഷീ ഈസ് നോ ലോങ്ങർ ക്ലാസ് മോണിറ്റർ ഇൻ മൈ ക്ലാസ്. അപ്പോൾ ഇനി മുതൽ അവൾ എൻ്റെ ക്ലാസ്സിലെ ക്ലാസ് മോണിറ്റർ അല്ല. അത് എനിമോർ എന്നത് ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ സെൻറ്റൻസ് പറയാം: ഷീ ഈസ് നോട്ട് ക്ലാസ് മോണിറ്റർ എനിമോർ. ഇനി മുതൽ അവൾ എൻ്റെ ക്ലാസ്സിലെ ക്ലാസ് മോണിറ്റർ അല്ല. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, അവസാനമായി ഒരു ഉദാഹരണം കൂടി പറയാം. യു ഷുഡ് നോട്ട് മിസ് മൈ വീഡിയോസ്. എൻ്റെ വീഡിയോസ് വാച്ച് ചെയ്യുന്നത് ഒരിക്കലും മിസ്സാക്കരുത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി മേൽ എൻ്റെ വീഡിയോസ് നിങ്ങൾ മിസ് ചെയ്യരുത് എന്നെങ്ങനെ പറയാം? ഓക്സിലറി വേർബായ ഷുഡ് എന്നതിൻ്റെ ശേഷം നോ ലോങ്ങർ ആഡ് ചെയ്തുകൊണ്ട് ആ സെൻറ്റൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം.
യു ഷുഡ് നോ ലോങ്ങർ മിസ് മൈ വീഡിയോസ്. എൻ്റെ വീഡിയോസ് കാണുന്നത് ഇനിമേൽ നീ ഒഴിവാക്കരുത്, ഇനിമേൽ നീ മിസ് ചെയ്യരുത്. ഇതേ സെൻറ്റൻസ് എനിമോർ ആഡ് ചെയ്തുകൊണ്ട് എങ്ങനെ പറയാം? യു ഷുഡ് നോട്ട് മിസ് മൈ വീഡിയോസ് എനിമോർ. ഇനിമേൽ എൻ്റെ വീഡിയോസ് നീ മിസ് ചെയ്യരുത്. That's it for today's video. This is the difference between anymore and no longer. I hope you have understood and you have got the difference between anymore and no longer. If you like the video, don't forget to give your thumbs up to my videos and don't forget to subscribe my channel as well. I'll see you, my friends, in my next video. Bye.